നമുക്ക് വളരെ പെട്ടെന്ന് MS അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ അനീഷ് ഉള്ളത് വടക്കൻ മേഖലയിലെ സ്പന്ദനങ്ങൾ അനീഷ് പ്രേക്ഷകർക്കായി പങ്കുവെക്കും. അനീഷ്, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആധിപത്യമുള്ള നിരവധി മേഖലകളുണ്ട്. കോഴിക്കോട്ട് ഇത്തവണ കോർപ്പറേഷൻ ഭരണത്തിലടക്കം UDF നേടിയ വലിയൊരു മുന്നേറ്റമുണ്ട്. വടക്കൻ കേരളത്തിൽ ഒരുപാട് സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അട്ടിമറി വിജയം പോലും പല മണ്ഡലങ്ങളിലും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ കരുത്ത് അതേപോലെ തുടരുമെന്ന ആത്മവിശ്വാസം LDFിലും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം കടന്നു വന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണമൊക്കെ ഇന്നറിയാം വളരെ കൃത്യമായി തന്നെ. എന്താണ് പൊതുവെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ആ മേഖലയിൽ? രഞ്ജിത്ത്, 100 സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ ജനവിധി തേടുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം MLA-മാരെ നിയമസഭയിലേക്ക് സംഭാവന ചെയ്യേണ്ട ജില്ലകളിലൊന്നാണ്. 13 ജനപ്രതിനിധികളാണ് ഇവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് അതിന്റെ എല്ലാ വീറും വാശിയും പ്രകടമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമ്മൾ കണ്ടത്. ആളുകൾ ഇങ്ങനെ നിരനിരയായി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് കൊണ്ടുപോകാൻ. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകണം. ചുവപ്പ് സാരി കൊടുത്ത് തന്നെ, മലപ്പുറം എടുത്ത് തന്നെയാണ്. ആളുകളെ അതൊന്നുമില്ല, ഒരാളും സ്വാധീനമില്ല. പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ ഉള്ള സമയത്ത് വോട്ട് ചെയ്യുന്ന സമയത്തും ഇതേ ഡ്രസ്സ് തന്നെ വരിക. അന്ന് മുതൽക്ക് ഇന്ന് വരെ തന്നെയുള്ളു. എല്ലാ ഇലക്ഷനും ഇങ്ങനെയാണ്. എല്ലാ ഇലക്ഷനും തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ഞങ്ങൾ കുറേ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ വിളിക്കാൻ പോകാനൊക്കെ ഉണ്ടാവും. ഓരോ വീട്ടിൽ സന്ദർശിച്ച് വോട്ട് ചെയ്യാത്ത ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുണ്ടാവും. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്. ഒരുപാട് ജോലിയുണ്ട് രാവിലെ. ജോലികൾ ചായ ചോറ് എല്ലാം ആക്കിയിട്ട് പോകുന്നതാണ്. 4 മണിക്ക് എണീച്ച് ഇന്ന് ഈ സമയത്ത് ഉറക്കുണ്ടാവും. ഒരു സന്തോഷ ദിവസം അന്ന്. അപ്പൊ ഇന്നലെ രാത്രി ഉറക്കില്ലാത്ത ഒരു രാത്രിയാണ്. ഉറങ്ങിയിട്ടില്ല. ഇല്ല, രാത്രി പിറ്റേന്ന് രാവിലെ എണീക്കണോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നതാ. അപ്പൊ ഞങ്ങൾ 4 മണിക്ക് എണീച്ച് ചോറ് ചായ എല്ലാം ഉണ്ടാക്കി പോകുന്നതാ. ടെൻഷനാണോ വീണ്ടും തുടരുമെന്നൊക്കെ? ഒരു ടെൻഷനും ഇല്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ആണ്. അല്ല, നേരത്തെ വോട്ട് ചെയ്ത് പോയത് സാറിന് എങ്ങനെ ചെയ്യല്? നേരത്തെ വോട്ട് ചെയ്തിട്ട് നമ്മളെ പണി എടുക്കാൻ പോകല്ലോ, അതുകൊണ്ട് നേരത്തെ പോയി. പിന്നെ നേരത്തെ വോട്ട് ചെയ്താൽ പിന്നെ നമ്മളെ പണിക്ക് പോകാലോ. ഫ്രീ ആയി പിന്നെ വരണമെന്നുള്ളൊരു ടെൻഷൻ. പിന്നെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും, ആളുകൾ തിരക്കാവും. രാവിലെ നേരത്തെ വന്ന് ചെയ്താണ് പോകാം. രഞ്ജിത്ത്, അതാണ് ഇത്തവണത്തെ മറ്റൊരു ഘടകം. കാരണം ഭയങ്കരമായ ചൂടാണ്. ഈ കോഴിക്കോട് മാത്രമല്ല, എല്ലായിടത്തും തെരഞ്ഞെടുപ്പിന്റെ ചൂടല്ല, മറിച്ച് പ്രകൃതിയിലും ചൂട് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ചെയ്താൽ അല്പം ഒരു തണുപ്പുണ്ട്, അല്ലെങ്കിൽ വലിയ ചൂടിലേക്ക് പോകുന്നില്ല. രാവിലെ ചെയ്തു പോയാൽ മറ്റ് പണികൾക്ക് പോകാമെന്നൊരു നിന്നും എടുത്ത് ഇരിക്കുക. എല്ലാ തവണ എങ്ങനെയാണ്? ആദ്യമേ തന്നെ ഞാൻ ഇപ്പം പ്രായമല്ല, അപ്പം രാവിലെ മോർണിംഗ് നടക്കലുണ്ട്. ഞാൻ 5:30 മണിക്കുണ്ട് ഇവിടെ. 5 മണി ഇതിന്റെ പരിപാടി എനിക്ക് ജോലിക്ക് പോകാമല്ലോ. ഞാൻ ഡ്രൈവറാണ്. 10-50 കൊല്ലം വണ്ടി ഓട്ടുന്നത്. പുള്ളി വണ്ടി ഓട്ടില്ല, വണ്ടി ഓടി ജയിക്കുന്നത്. അപ്പൊ രാവിലെ വോട്ട് ചെയ്തിട്ട് നേരെ വണ്ടി ഓടിക്കാൻ 51 കൊല്ലം വണ്ടി ഓട്ടുന്നത്. 51 കൊല്ലം. എല്ലാ വർഷവും വോട്ട് ചെയ്യാറുണ്ട്? എല്ലാ വർഷം എല്ലാം ഒന്നും മുടക്കില്ല. രാവിലെ തന്നെ ഒരു രാവിലെ വന്നാൽ നമുക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതായി ജോലിക്ക് പോകാമല്ലോ. പക്ഷെ നേരത്തെ വോട്ട് ചെയ്യണം. പക്ഷെ സാധാരണ ഈ സമയമാകുമ്പോഴേക്കും ഇതിലും കൂടുതൽ വരി ഉണ്ടാവുന്നതാണ്. ആയി വരുന്നുള്ള 7 മണിക്കാണ്. അരമണിക്കൂറിനുള്ളിൽ ശരിക്കും ജാസ്തി ആളുകൾ എത്തിപ്പെടും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല ചൂടുമായിരിക്കും. ചൂടാണ് എല്ലാ പ്രശ്നം. അതാണ് കോഴിക്കോട്ടെ ഏറ്റവും പുതിയ കാഴ്ചകൾ MS അനീഷ് കുമാർ പങ്കുവെക്കുന്നത്. നമുക്ക് പാണക്കാടേക്ക് ഒന്ന് പോകണം. പാണക്കാട് CV അനുമോദ് ഉണ്ട്. നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ പലപ്പോഴും നിർണ്ണയിക്കുന്ന ഒരു തറവാട് കൂടിയാണ് പാണക്കാട് കുടപ്പുരക്കുന്ന് തറവാട് എന്നുള്ളത്. അവിടെ അനുമോദ് ഉണ്ട്. അനുമോദ്, പാണക്കാട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കയറിയിട്ട്, തിരക്കുകൾ കയറിയിട്ട് കുറേ നാളുകളായി എന്ന് വേണം മനസ്സിലാക്കാൻ. അഭയകൽ നമുക്കറിയാം അവിടെ വളരെ പ്രാധാന്യമുള്ള, ലീഗിനൊക്കെ വളരെ പ്രാധാന്യമുള്ള നിരവധി മേഖലകളുണ്ട്. മലപ്പുറത്ത് ഒരു സമ്പൂർണ്ണ വിജയം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട് താനും. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും രാവിലത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പാണക്കാട് CKM ALP സ്കൂളിലാണ് ഞാനുള്ളത്. ഈ സ്കൂളിലാണ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനീറുൽ
വിഷയാത്മകളൊക്കെ തന്നെ വോട്ട് ചെയ്ത് 4 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ 126 നമ്പർ ബൂത്തിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും രാവിലെ തന്നെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ഒരു വരിയൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതുവരെ എവിടെയും മോക്ക് പോളിങ്ങിനിടെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ നമുക്കറിയാം മലപ്പുറത്ത് UDFന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ്. സമ്പൂർണ്ണാധിപത്യം എന്ന് പറയുമ്പോൾ 16 മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. കുറച്ച് പോരാട്ടം നടക്കുന്നത് നമ്മൾ നേരത്തെ എല്ലാം തന്നെ പറയുന്ന പോലെ തവനൂരും പൊന്നാനിയിലും അതുപോലെ തന്നെ LDF ശക്തമായ പോരാട്ടം നടത്തുന്ന മറ്റ് 4 മണ്ഡലങ്ങൾ വേങ്ങരയും മങ്കടയും പെരിന്തൽമണ്ണയും തിരൂരും ഒക്കെയാണ്. എന്നാലും ഇവിടെയൊക്കെ തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. UDF ഭരണത്തിലെത്തണമെങ്കിൽ മലപ്പുറത്ത് സമ്പൂർണ്ണ വിജയം നേടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് മലപ്പുറത്ത് UDFന്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് വലിയ ആത്മവിശ്വാസം തന്നെയായിരിക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നൽകുക. ഇപ്പോൾ നമ്മളൊപ്പം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയവർ അതിരാവിലെ എത്തിയവരൊക്കെ നമ്മൾ ചേരുന്നുണ്ട്. ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ നല്ലതാണ്. അതെ എല്ലാ വർഷവും ആദ്യം തന്നെ ചെയ്യാറ്. എന്തൊക്കെയാണ് നിങ്ങളെയൊക്കെ ഒരു പ്രതീക്ഷകൾ? ഒന്നുമില്ല. മറ്റേ പാർട്ടി ഇതിപ്പോ ബൂത്തിൽ വെച്ച് നമ്മൾ രാഷ്ട്രീയം എവിടെയാ? ഇവിടെ തന്നെയാണ് എല്ലാ തവണയും ആദ്യം വോട്ട് ചെയ്യാനൊന്നുമില്ല. ഇല്ല, ഇവിടെ തന്നെയാണല്ലോ തങ്ങൾക്കൊക്കെ വോട്ട് അല്ലേ? എന്താണ് എല്ലാ തവണയും ആദ്യം തന്നെ വരുന്നത്? ഈ സമയത്തൊക്കെ നേരത്തെ എത്താറുണ്ടോ? അതോ ഇല്ല? എന്താണ് നേരത്തെ വരാനുള്ളൊരു കാരണം? അത് കഴിഞ്ഞല്ലോ അല്ലേ? നമ്മളെ കടമ കഴിഞ്ഞല്ലോ അല്ലേ? തിരക്കാവണ മുമ്പ് ചെയ്യാനല്ലോ. തിരക്കാവും, പിന്നെ വെയിലും ചൂടൊക്കെ ആണല്ലോ അല്ലേ? നല്ല ചൂടല്ലേ, നേരത്തെ ചെയ്തു. നമുക്ക് മറ്റ് ബൂത്തുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം ഈ 4 ബൂത്തുകളാണ് ഈ ഒരു സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഇ.കെ. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളൊക്കെ ഈ സ്കൂളിൽ 2 വിവിധ ബൂത്തുകളിലായിട്ടാണ് വോട്ട് ചെയ്തത്. 7 മണിക്ക് ആദ്യ വോട്ടറായിട്ടാണ് 128 നമ്പർ ബൂത്തിലേക്ക് അദ്ദേഹത്തിന് ഇവിടെ 129 നമ്പർ ബൂത്താണ്. ഇവിടെയും മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇവിടേക്കൊന്നും പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മലപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഒരു മൃഗീയാധിപത്യം തന്നെ നമുക്ക് പറയാം. കാരണം ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടമായത്. താനൂരാണത്. താനൂർ തവണ തിരിച്ചു പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒട്ടേറെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു ഇടം കൂടിയായിട്ട് മലപ്പുറം സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ ഇടം കൂടിയായിട്ട് നമ്മൾ മാറുന്നത് കണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ട് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ മാറുന്നു. പകരം താനൂരിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കണ്ടെത്തുന്നു. മുഹമ്മദ് സമീർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നു. അതുപോലെ മങ്കടയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അലവിയെ മാറ്റി അവിടെ കുന്നത്ത് മുഹമ്മദ് ലീഗ് വിമതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കുന്നത്ത് മുഹമ്മദിനെ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അത്ര പുതുമയില്ലാത്ത രീതിയിൽ ചില പരീക്ഷണങ്ങൾ കൂടി മലപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ്. മറ്റ് UDFിലാകട്ടെ വലിയ കലാപങ്ങളൊന്നുമില്ലാതെ തികച്ചും സാദിഖ് അലി തങ്ങളുടെ ഒരു നിർദ്ദേശപ്രകാരം പദ്ധതി പ്രകാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് മുസ്ലിം ലീഗിൽ കണ്ടത്. കോൺഗ്രസിലാകട്ടെ തവനൂർ സീറ്റിനെ ചൊല്ലി ഏറെ ചർച്ചകളും ആലോചനകളും ഒക്കെ വന്നതിന് ശേഷമാണ് VS ജോയിലേക്ക് അത് എത്തുന്നത്. അങ്ങനെ ഒട്ടേറെ നേരത്തെ കണക്കാക്കിയതും കണക്കാക്കാത്തതുമായ ഒട്ടേറെ സംഭവവികാസങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്ത് നമ്മൾ കണ്ടത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഈ ജില്ല, ഏറ്റവും അധികം വോട്ടർമാരുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.